നമസ്കാരം. ഈ വീഡിയോ കേരളത്തിൽ BJP വളരണം എന്നാഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അവർ ചാണകസംഖ്യകളാവാം, തീവ്രസംഖ്യകളാവാം, മൃദുസംഖ്യകളാവാം, മോദിയോട് ഇഷ്ടമുള്ള സംഖ്യകളല്ലാത്ത സാധാരണക്കാരാവാം, ആരുമാവട്ടെ, ഇവർക്ക് മാത്രമായുള്ളൊരു വീഡിയോ ആണ്. BJP വളരുന്നതിൽ ആശങ്കപ്പെടുന്നവർ, BJP വളരരുതേ എന്ന് ശഠിക്കുന്നവർ ഈ വീഡിയോ കാണാതിരിക്കുക. BJPയുടെ വളർച്ച ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ശ്രദ്ധാപൂർവം കേട്ട് BJPയുടെ പ്രാദേശിക, സംസ്ഥാന, ദേശീയ നേതൃത്വത്തെ നിങ്ങളാൽ കഴിയുന്ന വിധം അറിയിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ BJP കുറഞ്ഞത് 12 സീറ്റെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3 സീറ്റിൽ തൃപ്തനല്ല. എന്നാൽ UDF തരംഗം ആഞ്ഞു വീശിയ ഈ സാഹചര്യത്തിൽ BJPക്ക് 3 സീറ്റിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞതും 6 സീറ്റിൽ രണ്ടാമതെത്താൻ കഴിഞ്ഞതും അനേകം സീറ്റുകളിൽ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും ശ്രദ്ധേയമായ കാര്യമാണ്. അത് BJPയുടെ അടിത്തറ വിപുലപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതിശക്തമായ പിണറായി വിരുദ്ധ വികാരം UDFന് അനുകൂലമായി ഉണ്ടായിട്ടും BJP 2021 12.41%, 1.79% ഉയർത്തി 14.26 ഉയർത്തിയത് നിസ്സാര കാര്യമല്ല. ഞാൻ പറഞ്ഞത് NDAയുടെ വോട്ടിംഗ് ശതമാനമാണ്, BJPയുടേതല്ല. ഈ 14% അധികം വരുന്ന വോട്ട് ചെറുതായി കാണേണ്ടതില്ല. അതിന്റെ പ്രാധാന്യം അറിയണമെങ്കിൽ 22 സീറ്റുകൾ നേടിയ മുസ്ലിം ലീഗിന് ഇതിനേക്കാൾ വോട്ട് കുറവാണ് എന്നറിയണം. കോൺഗ്രസും CPM-ഉം കഴിഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് നേടിയ പാർട്ടി BJP ആണ് എന്നും അറിയണം. ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 20-30 സീറ്റുകൾ നേടുക പ്രയാസമല്ല. അങ്ങനെ BJPക്ക് പ്രതിപക്ഷമാവാൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരുപക്ഷെ ഭരണം പോലും പിടിക്കാൻ കഴിയും. വാസ്തവത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് 5 വർഷം നഷ്ടപ്പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2016 നേടിയ ഒരു സീറ്റ് 2021 നഷ്ടപ്പെട്ടപ്പോൾ തന്നെ BJP അവരുടെ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തേണ്ടതായിരുന്നു. എന്നാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം അവർക്കുള്ളതുകൊണ്ട് അവർ കോൺഗ്രസിനെ തീർക്കുക എന്ന ലക്ഷ്യത്തിൽ CPM-നെ സഹായിക്കാനുള്ള ഒരു പോളിസി കഴിഞ്ഞ 5 വർഷം എടുത്തതുകൊണ്ടാണ് BJPയുടെ വളർച്ച 5 വർഷം പിന്നോട്ട് പോയത്. 2021 തെരഞ്ഞെടുപ്പിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചപ്പോൾ അതിനുശേഷമുള്ള 5 വർഷം, അതായത് 2026 തെരഞ്ഞെടുപ്പ് വരെ CPM-നെ ഫോക്കസ് ചെയ്തുകൊണ്ട് BJP കൃത്യമായ രാഷ്ട്രീയം കളിച്ചിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 20-നും 30-നും ഇടയിൽ സീറ്റ് കിട്ടുമായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരുപക്ഷെ ഭരണത്തിൽ പോലും എത്താൻ കഴിയുമായിരുന്നു. എന്നാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം BJPക്ക് ഉള്ളതുകൊണ്ട് ഈ 5 വർഷം കാലയളവിൽ അനേകം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും BJP CPM-നെ ടാർഗറ്റ് ചെയ്യാതെ പ്രവർത്തിച്ചു. അതിന്റെ ശിക്ഷയാണ് ഇക്കുറി 3 സീറ്റിൽ മാത്രം ഒതുങ്ങിയത്. കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പറയുന്ന കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. ആ CPM-നെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ BJPക്ക് ഇവിടെ വളരാൻ കഴിയൂ. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-നെ തകർക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. അതിന്റെ കാരണം ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ 50% അധികമുണ്ട് എന്നതാണ്. 30% അധികം വരുന്ന മുസ്ലിം വോട്ടിൽ ഒന്നുപോലും നേടിയെടുക്കാൻ BJPക്ക് കഴിയില്ല. ക്രിസ്ത്യൻ വോട്ടുകളിൽ ചെറിയ തോതിൽ BJPക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം UDF-ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഇവിടെ നിലനിൽക്കും. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM-നെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ BJP വളരൂ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ CPM-നെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ച പിണറായി വിജയനെയും CPM-നെയും അവർ കുരിശിൽ കയറ്റാൻ ശ്രമിച്ചില്ല. ശബരിമലയിലെ അയ്യപ്പനെ പോലും മോഷ്ടിച്ചിട്ടും അവർ വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല. ഇവിടുത്തെ സാധാരണ ഹിന്ദു ഭക്തന്റെ മനസ്സിന് മുറിവേൽപ്പിച്ച ആ വിഷയം വേണ്ടത്ര ഗൗരവത്തോടെ BJP കൈകാര്യം ചെയ്യാതിരുന്നത് തന്നെയാണ് BJPയുടെ വളർച്ചയെ മുരടിപ്പിച്ച വിഷയം. വികസനം തീർച്ചയായും ചർച്ച ചെയ്യണം. CPM കൈകാര്യം ചെയ്യുന്നത് പെണ്ണ് കേസുകളുടെ പിന്നാലെ പോവേണ്ട കാര്യമില്ല, വ്യാജ കഥകളുടെ പിന്നാലെ പോവേണ്ട കാര്യമില്ല. പക്ഷേ വികസനത്തിനൊപ്പം ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന CPM ഭീകരതയ്ക്കെതിരെ നിലപാടെടുക്കണമായിരുന്നു. മാത്രമല്ല, സ്വർണ്ണക്കടത്തും മാസപ്പടിയും ലൈഫ് മിഷൻ തട്ടിപ്പ് മുതൽ ഇങ്ങേ ശബരിമല അയ്യപ്പ മോഷണം വരെയുള്ള വിഷയങ്ങളിൽ പിണറായിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും CPM നേതാക്കൾക്കുമെതിരെ നിരവധി കേസുകൾ CBI-യും ED-യും ഒക്കെ എടുത്തിട്ടും മെല്ലെ പോക്ക് നടത്തി. അയ്യപ്പനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ദുഷ്ടരൂപം എന്ന നിലയിൽ ഈ സർക്കാരിനെതിരെ ആക്രമണം നടത്താൻ ഇവർ മടി കാണിച്ചു. കാരണം BJP പ്രതീക്ഷിച്ചത് കോൺഗ്രസിന്റെ നാശമായിരുന്നു. BJPക്ക് ഇപ്പോൾ പരീക്ഷണത്തിന്റെ ഫലം കിട്ടിയിരിക്കുന്നു. കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ
കോൺഗ്രസിനെയും UDF-നെയും ടാർഗറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഒരു വശത്ത് ഭരണകക്ഷിക്കെതിരെയുള്ള സമരവും പ്രതിഷേധവും തുടരുമ്പോൾ തന്നെ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ, നിയമവിരുദ്ധ പ്രവർത്തികൾ, അവയ്ക്കെതിരെ ED-യും CBI-യും NIA-യും ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ അവ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യുകയും പിണറായിയും മകളും മകനുമൊക്കെ പ്രതികളാണെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് അകത്തിടുകയും ചെയ്യണം. BJP-ക്ക് 3 സീറ്റ് കിട്ടുക എന്നതാണ് വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അത് സാധിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് CPM-ലുള്ള വിശ്വാസം പാർട്ടിക്കാർക്ക് നഷ്ടപ്പെടുകയും ആ പാർട്ടി അംഗങ്ങൾ കൂട്ടത്തോടുകൂടി BJP-യിലേക്ക് വരികയുമാണ്. അതിനു വേണ്ടത് CPM-ന്റെ അടിവേരുമാന്തുന്ന തരത്തിൽ അവരുടെ അഴിമതികളും തട്ടിപ്പുകളും അന്വേഷിച്ച് ആവശ്യമെങ്കിൽ പിണറായിയെയും മക്കളെയും അടക്കം ജയിലിലടച്ചും കൈകാര്യം ചെയ്യുക എന്നതാണ്. ഭരിക്കുന്ന UDF-നെ എതിർക്കുന്നതിനൊപ്പം ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല, ഒരു ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമില്ല. അത് പ്രതിപക്ഷ ധർമ്മമാണ്. ഒപ്പം കഴിഞ്ഞ 10 വർഷത്തെ വൃത്തികേടുകൾക്ക് CPM നേതാക്കളെ ശിക്ഷിക്കാൻ ഇറങ്ങുകയും ചെയ്താൽ മാത്രമേ BJP പച്ചപിടിക്കൂ. അങ്ങനെയെങ്കിൽ വരുന്ന 5 വർഷം കൊണ്ട് CPM പടിപടിയായി ഇല്ലാതാവും, BJP പടിപടിയായി വളരും. ഇത്രയും പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ BJP-യെ വഞ്ചിച്ചു എന്ന തരത്തിലുള്ള പ്രചരണം അതിശക്തമാണ്. ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി 2020-യെ കൂടെ ചേർത്തു എന്നോർക്കണം. 2020-യെ പുറത്താക്കണം, ഒരു ഗുണവുമില്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചു. 2020-യുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുകയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് മത്സരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്ത ലക്ഷ്മി പ്രിയ എന്ന നടി ഇങ്ങനെ എഴുതുന്നു: ഇനിയെങ്കിലും അച്ഛന്മാരുടെ അരമനയുടെ തിണ്ണ നിരങ്ങാൻ BJP നേതാക്കൾ പോകരുത്. എത്ര ചേർത്ത് പിടിച്ചാലും ഉരുട്ടിക്കൊടുത്താലും അവർ BJP-യെ പിന്തുണയ്ക്കില്ല. അനൂപ് ആന്റണി, ഷോൺ ജോർജ്, PC ജോർജ് ഇവരുടെ പരാജയം വ്യക്തമാക്കുന്നത് അതാണ്. പകരം ഹിന്ദു കമ്മ്യൂണിറ്റി നേതാക്കളെ കാണുക. ഹിന്ദു മഹാസഭ, ബ്രാഹ്മണ സഭ, വിശ്വകർമ്മ സഭ, ഗണകസഭ, NSS, SNDP, KPMS തുടങ്ങിയ എല്ലാ ഹിന്ദു സമാജത്തെയും ചേർത്ത് പിടിക്കുക. അവർക്ക് അടിസ്ഥാന ജീവിത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. പെൻഷനും മരുന്നിനുമുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. വോട്ടൊക്കെ താനേ പോകുന്നോളും. മുസ്ലിം ലീഗും SDPI-യും ജമാഅത്ത് ഇസ്ലാമിയും മതേതര പാർട്ടിയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും മതേതര പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിയിൽ ഇവർ 11-നും LDF മുന്നണിയിൽ ബാക്കി 11 കക്ഷിയും ഒരുമിച്ച് ചേരും. അതുകൊണ്ട് സമാജത്തെ ചേർത്ത് പിടിക്കാൻ BJP നേതൃത്വത്തിന് കഴിയണം. ബാക്കി ആരെയും പ്രീണിപ്പിക്കാൻ പോകരുത്. സമാജത്തിന്റെ ഏകീകരണം ഉറപ്പാക്കുക. ആയിരക്കണക്കിന് നവസംഖ്യകൾ ഏറ്റെടുത്തൊരു പോസ്റ്റാണിത്. ഓർക്കണം, ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം കൊണ്ടുവരാൻ വേണ്ടി 2020-യെ കൂടെ ചേർത്തപ്പോൾ 2020-യുടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ട ആളാണ് ക്രൈസ്തവ വോട്ടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് ഇടുന്നത്. ഇത്തരത്തിൽ ക്രൈസ്തവ വോട്ടുകളെ തള്ളിപ്പറയുന്ന നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ക്രിസ്ത്യാനികൾ ചതിച്ചു എന്നാണ് അവർ പറയുന്നത്. നവസംഖ്യകൾക്കിടയിൽ ഇപ്പോഴുള്ള ഒരു വലിയ പ്രവണതയാണിത്. നന്ദഗോവിന്ദം ഭജനുമായി ബന്ധപ്പെട്ട് മറുനാടൻ അടക്കമുള്ളവരെ ഹിന്ദു വിരുദ്ധരാക്കുന്നതിന് വേണ്ടി ചിലർ നടത്തിയ പ്രചരണ വേലയുടെ തുടർച്ച തന്നെയാണിത്. ഇത് കേവലം മറുനാടനെ മാത്രമല്ല, BJP-യോട് സഹകരിക്കുന്ന ക്രൈസ്തവ നാമധാരികളായ പാർട്ടി പ്രവർത്തകരെയും ഇവർ തള്ളിപ്പറയുന്നു. BJP ഹിന്ദു വോട്ടുകൾ മാത്രം കേന്ദ്രീകരിച്ചാൽ മതി എന്നാണ് ഇവരുടെ ഭാഷ്യം. ഇത്തരം വിവരക്കേടുകൾ BJP നേതൃത്വം തള്ളിപ്പറയുകയും ഇത് പറയുന്നവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ഇതേപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടു. മുനമ്പത്തെ വിഷയത്തിൽ BJP മാത്രം സഹകരിച്ചിട്ടും എന്തുകൊണ്ട് മുനമ്പത്ത് BJP-യുടെ വോട്ട് ഉയർന്നില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഒരു കാര്യം ദയവായി മനസ്സിലാക്കുക, കേരളത്തിലെ ക്രൈസ്തവർക്ക് BJP-യോട് ഇപ്പോഴും അകൽച്ചയുണ്ട്. എന്നാൽ ഈ അകൽച്ച പടിപടിയായി കുറഞ്ഞു വരുന്നു. ഒറ്റയടിക്ക് ക്രൈസ്തവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, അതുകൊണ്ട് എല്ലാവരും BJP-ക്ക് വോട്ട് ചെയ്യണം എന്ന് ശഠിക്കുന്നത് വിവരക്കേടാണ്. അത് പടിപടിയായി മാത്രം നടക്കുന്ന പ്രക്രിയയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവരുടെ വോട്ട് കൂടി കിട്ടിയാണ് എന്ന് മറക്കരുത്. ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമായ തിരുവല്ലയിൽ അനൂപ് ആന്റണി രണ്ടാമതെത്തിയത് ക്രൈസ്തവ വോട്ടുകൾ കൂടി നേടിയെടുത്താണ്. മോദി തിരുവല്ലയിൽ വന്ന് നടത്തിയ ഒരൊറ്റ പ്രസംഗവും ഇടപെടലും മാത്രമാണ് അനൂപ് ആന്റണിയുടെ വോട്ട് വർദ്ധിപ്പിച്ചത്. പാലായിൽ ഷോൺ ജോർജിന്റെ വോട്ട് വർദ്ധിച്ചതും ക്രൈസ്തവർക്കിടയിലാണ്. എന്ന് വെച്ചാൽ ക്രൈസ്തവർക്ക് പടിപടിയായി BJP-യോടുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്നുണ്ട്. ഒറ്റയടിക്ക് എല്ലാ ക്രൈസ്തവരും BJP-ക്കാരാവണം എന്ന് ശാഠ്യം പിടിക്കുന്നത് വിവരക്കേടും വിഡ്ഢിത്തവുമാണ്. BJP-യോട് ചേർന്ന് നിൽക്കുന്ന, BJP-യെ കുറിച്ച് നല്ലത് പറയുന്ന ക്രൈസ്തവരൊക്കെ പൂർണ്ണമായും BJP-ക്കാരാവണം എന്ന പിടിവാശിയും ഉപേക്ഷിക്കുക. നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ലത് പറയുന്നു എന്നതാണ് എൻ്റെ കുഴപ്പമായി നവസംഖ്യകൾ കാണുന്നത്. നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ലത് പറയുന്നവർ BJP-ക്ക് വേണ്ടി പ്രചരണം നടത്തണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ നല്ലതാണ്, BJP വെറുക്കപ്പെടേണ്ട പാർട്ടിയല്ല എന്ന് വിശ്വസിക്കുമ്പോഴും BJP-ക്കാരൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ
നിഷ്പക്ഷത നിലനിർത്താൻ ശ്രമിക്കുന്ന ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് വേണ്ടി പരിശ്രമിച്ചു എന്നാരോപിക്കുന്നതും ഇത്തരക്കാരാണെന്ന് ഓർക്കണം. BJPക്ക് 2 സീറ്റ് ഉറപ്പാണെന്നും 4 സീറ്റ് വരെ കിട്ടാമെന്നും ശ്രമിച്ചാൽ അത് 10 വരെ ആക്കാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ പേരിലാണ് എന്നെ തെറി വിളിച്ചത്. BJPക്ക് 30 സീറ്റ് കിട്ടുമെന്നും കോൺഗ്രസിന് അധികാരം കിട്ടില്ലെന്നും UDF അല്ല LDF ആണ് അധികാരത്തിൽ വരുന്നതും എന്നുമുള്ള നവസംഖ്യയുടെ ഭാഷ്യം പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അവർ പൊക്കിപ്പിടിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ സത്യം പറയുന്നവരോട് താല്പര്യമില്ല, അവരാഗ്രഹിക്കുന്നത് പറയുന്നവരോട് താല്പര്യം. ഈ സമീപനം മാറ്റുക. എല്ലാവരും BJPക്കാരാവണമെന്നില്ല. മോദിയെക്കുറിച്ചോ BJPയെക്കുറിച്ചോ നല്ലത് പറയുന്നവർ മറ്റെല്ലാവരെയും കുറിച്ച് മോശം പറയണം എന്ന് ശാഠ്യം പിടിക്കരുത്. ഇന്ത്യ സഖ്യം എന്നത് ഇന്ത്യ സഖ്യം എന്ന് വിളിച്ചില്ലെങ്കിൽ, രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിച്ചില്ലെങ്കിൽ അവൻ BJP വിരുദ്ധനാണ് എന്ന് കാണുന്ന ഈ സമീപനം മാറ്റണം. യഥാർത്ഥത്തിൽ ഈ തീവ്ര സമീപനം തന്നെയാണ് BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ക്രൈസ്തവരെ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ അനാവശ്യമായി ചൊറിയുന്നതും CPMനെ വേണ്ട പോലെ ആക്രമിക്കാത്തതും തന്നെയാണ് BJP വളർച്ചയെ മുരടിപ്പിക്കുന്ന കാര്യം. അപ്രതീക്ഷിതമായി ഒരു സംഘപരിവാർ സഹയാത്രികന്റെ പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേട്ടത്തെ നല്ല ഭംഗിയായി വോട്ടിംഗ് ശതമാനം അനുസരിച്ച് അദ്ദേഹം വിലയിരുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞതിന് തുടർച്ചയാണ്. ഇതാണ് യാഥാർത്ഥ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഡാറ്റയാണിത്. BJP 3 വിജയിക്കുകയും 6 രണ്ടാമതെത്തുകയും ചെയ്തു. 29 BJP 20%-ലധികം വോട്ട് നേടി. ഇനി ആരുടെ ഇടയിലാണ് BJPക്ക് സ്വാധീനം എന്ന് പറയാം. നഗരങ്ങളിൽ ജീവിക്കുന്ന ഹിന്ദുക്കളാണ് BJPയുടെ പ്രാഥമിക വോട്ട് ബാങ്ക്. ഒപ്പം ഈ സ്വാധീനം ഓർത്തഡോക്സ്, മാർത്തോമ, ക്രിസ്ത്യൻ സഭകളിലേക്കും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ നായർ, ഈഴവ, ഓർത്തഡോക്സ്, മാർത്തോമ, സിറോ മലബാർ, മറ്റ് ഹിന്ദു ഗ്രൂപ്പുകൾ ആണ് BJPയുടെ കോർ വോട്ട് ബാങ്കായി മാറിയിട്ടുള്ളത്. ഇതിൽ തന്നെ നഗരങ്ങളിൽ താമസിക്കുന്നവർ. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്ക്. ദയവായി ശ്രദ്ധിച്ചു കേൾക്കാം. ഇനി അർബൻ വേഴ്സസ് റൂറൽ പോപ്പുലേഷനിൽ BJP സ്വാധീനത്തിൽ നല്ല വ്യത്യാസമുണ്ട്. 19.46% വോട്ടാണ് നഗരങ്ങളിൽ BJP നേടിയത്. ഗ്രാമങ്ങളിൽ അത് 14.5 കുറഞ്ഞു. ഇനി അർബൻ ഏരിയകളിൽ തന്നെ കോർപ്പറേഷൻ പരിധികളിൽ 22.8 BJP വോട്ട് ഷെയർ. മേജർ മുനിസിപ്പാലിറ്റികളിൽ 18.6. ഇനി റൂറൽ ഏരിയകളിൽ മലപ്പുറം ഒഴിവാക്കിയാൽ 21.1 ഉയരും BJPയുടെ വോട്ട് ഷെയർ. മലപ്പുറത്ത് അത് 5.5 വരും. ആരാണ് BJPക്ക് നിലവിൽ അനുകൂലമായി നിൽക്കാത്തത്? ഒന്നാമത്തേത് മുസ്ലിം പോപ്പുലേഷനാണ്. സിഗ്നിഫിക്കന്റ് മുസ്ലിം പോപ്പുലേഷനുള്ള എല്ലായിടത്തും BJPയുടെ വോട്ട് 10%-ൽ താഴെയാണ്. രണ്ടാമത്തെ കൂട്ടർ ലത്തീൻ കത്തോലിക്കരാണ്. മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കൾ. ഇതാണ് യാഥാർത്ഥ്യം. മുസ്ലിങ്ങൾ, ലത്തീൻ കത്തോലിക്കർ, കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കൾ. ഇത് മനസ്സിലാകാതെയാണ് പലരും ക്രൈസ്തവരെ കൂട്ടത്തോടുകൂടി ചൊറിയുന്നത്. ഇനി ഈ ഡേറ്റയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയാം. പറ്റിയാൽ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കണ്ടിരിക്കേണ്ട ഡാറ്റയാണിത്. ഹിന്ദു മജോറിറ്റി ഏരിയകളിൽ BJPയുടെ വോട്ട് ക്യാപ്ചർ 32%. അതായത് ആകെ ഹിന്ദുക്കളിൽ 32% പേർ BJPക്ക് വോട്ട് ചെയ്യുന്നു. എന്നാൽ മുസ്ലിം പോപ്പുലേഷൻ ഉയരുന്നതോടെ BJPയുടെ ഹിന്ദു വോട്ട് ഷെയർ കൂടുന്നു. അവസാനം മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷത്തിലെത്തിയ സ്ഥലങ്ങളിൽ ഒറ്റക്കെട്ടായി 90% വോട്ടും ഹിന്ദുക്കൾ BJPക്ക് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നതാണ് സത്യം. എന്ന് വെച്ചാൽ ഹിന്ദു വോട്ടുമാർ കൂടുതലുള്ള ഇടങ്ങളിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം കുറവാണ്. മൊത്തം വോട്ട് കൂടുതലുണ്ടെങ്കിലും ആകെ വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളുടെ എണ്ണത്തിൽ കുറവാണ്. മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ളിടത്ത് ഹിന്ദു വോട്ടർമാർ കുറവാണെങ്കിലും BJPക്ക് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. BJPക്ക് കേരളം പിടിക്കാൻ സാധിക്കുമോ? ഒരു സംശയവുമില്ല, പിടിക്കാം. എങ്ങനെയെന്നല്ലേ? തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയും കോഴിക്കോടൊക്കെയും അടങ്ങുന്ന നഗരങ്ങളാണ് ആദ്യം ഫോക്കസ്. രണ്ടാമത്തേത് മുഴുവൻ ഹിന്ദു കമ്മ്യൂണിറ്റിയും ഓർത്തഡോക്സ്, മാർത്തോമ, സിറോ മലബാർ സഭകളും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് മാത്രം 20-25 സീറ്റ് BJPക്ക് പിടിക്കാം. എന്തു ചെയ്യണം? ഈ ഗ്രൂപ്പ് പത്രം വായിക്കുന്ന, സമകാലികന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന, സ്വന്തമായി സ്വത്തുണ്ടാക്കുന്ന, ആ സ്വത്ത് സംരക്ഷിക്കാൻ സ്ഥിരത വേണം എന്ന് മനസ്സിലാക്കുന്നവരാണ്. അവർക്ക് സ്ഥിരതയാണ് വേണ്ടത്. ഒപ്പം ഈ ഒരു വിഭാഗമാണ് ലോകവ്യാപകമായി നേരിടുന്ന ഇസ്ലാമിക വ്യാപനത്തെപ്പറ്റി ആശങ്കയുള്ളവർ. അതായത് വികസനം, ദേശീയത, അത്യാവശ്യം ഹിന്ദുത്വം ഒക്കെയാണ് ഈ ഒരു പോപ്പുലേഷനെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 20-25 സീറ്റ് പിടിച്ച് മുഖ്യ പ്രതിപക്ഷമാകാൻ BJPക്ക് സാധിച്ചാൽ അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരാകും. ഈ അവസരത്തിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ 2026 ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയ ജനവിധി BJPക്ക് കിട്ടും. 50 സീറ്റിനടുത്ത് BJPക്ക് മാത്രം കിട്ടും. അപ്പോഴും കേരളത്തിലെ അവസ്ഥയിൽ ബാക്കി ഒരു 20-25 സീറ്റ് കൂടി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകും. ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ സാരം. ഞാൻ പറഞ്ഞതിന് തുടർച്ചയാണിത്. കേരളത്തിലെ BJP ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവിടെ ക്ലച്ച് പിടിക്കൂ എന്ന് തിരിച്ചറിയുക.